ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് വീഡിയോയിലേക്ക്. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ കാണുന്ന പോലെ അത്ര വലിയ സംഭവമൊന്നും അല്ല ഇത്. ഇത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വർക്കാണ്. അതായത് നമ്മളിതിൻ്റെ വലിയ ഡീറ്റെയിലുകളൊന്നും കൊടുക്കാതെ ചെയ്തേക്കുന്ന ഒരു വർക്കാണ്. അപ്പം ഈ ടൂളുകളെല്ലാം ഒന്ന് പരിചയപ്പെട്ടിരിക്കുക. നമ്മൾ ഈ ചെയ്യുന്ന ടൂളുകൾ നോക്കുക. ഞാൻ വലിയ സ്പീഡിലൊന്നും അല്ല ഓടിച്ചേക്കുന്നത്, ചെറിയ ഒരു സ്പീഡിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്കിത് ഉളികളെല്ലാം മനസ്സിലാക്കാൻ പറ്റും നോക്കിയിരുന്ന് കഴിയുമ്പോഴത്തേന്. അപ്പോൾ സിമ്പിളായിട്ട് ഇത് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഇടകളെല്ലാം കുത്തിത്താക്കുന്ന ഒന്ന് നോക്കി മനസ്സിലാക്കി വെക്കുക. പിന്നെ നമ്മുടെ പഴയ വീഡിയോകളെല്ലാം ഒന്ന് കാണുകയാണെങ്കിൽ അതിനകത്ത് നമ്മൾ ഈ ഉളി പിടിക്കുന്നതും അതിൻ്റെ കാര്യങ്ങളുമെല്ലാം നമ്മൾ പഴയ വീഡിയോകളിൽ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. അപ്പം ഇതുപോലെ സിമ്പിളായിട്ട് ഒരു രൂപം കൊത്താൻ തുടങ്ങുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണിത്. വലിയ താക്കാതെയൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ കൂടുതലായിട്ട് താത്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ഡീറ്റെയിലുകൾ നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ തുടക്കക്കാർക്ക് ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു രൂപം നമുക്ക് കൊത്താൻ കിട്ടിക്കഴിയുമ്പോൾ നമ്മളിതിൻ്റെ താഴ്ച ഭാഗങ്ങൾ നമ്മളിതൊന്ന് സ്റ്റഡി ചെയ്യുക. ഇതിൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് താഴ്ച വരുന്ന ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മളൊന്ന് സ്റ്റഡി ചെയ്യുക ആദ്യമേ തന്നെ. എന്നിട്ട് ഇപ്പോൾ ഈ കാണുന്ന പോലെ തന്നെ ഉണ്ടോ, ഈ താഴ്ച വരുന്ന ഭാഗങ്ങളാണ് ഞാൻ ആദ്യമേ ചെയ്യുന്നത്. അത് മുഴയായിട്ട് പൊങ്ങി ഉള്ള ഭാഗങ്ങൾ ചെയ്യുന്നില്ല. കുഴികളായിട്ട് വരുന്ന ഭാഗങ്ങൾ എവിടെയൊക്കെയാണെന്ന് നമ്മൾ ആദ്യമേ അത് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് ആ ഭാഗങ്ങൾ താത്ത് കൊടുക്കുക. ഓക്കെ, അപ്പോൾ അത് താത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ആ രൂപത്തിൻ്റെ ഒരു ഔട്ട്ലൈൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു മെത്തേഡ്. അപ്പോൾ ഈ ഒരു രീതി കൂടെ ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇതുപോലുള്ള രൂപങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇത് തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഇതിൻ്റെ ഡ്രസ്സുകളൊക്കെ നമ്മൾ ഡ്രസ്സുകൾ ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഡ്രസ്സുകൾ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന ആ ഒരു രീതി, അതൊക്കെ ഞാനിനി വരും വീഡിയോകളിലൊക്കെ ഞാൻ ചെയ്യാം. അപ്പം ഇതിപ്പോൾ നിങ്ങൾക്ക് ഒരു വർക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം കിട്ടാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തത്. അപ്പം നിങ്ങൾക്കൊന്ന് ഒരു ധൈര്യം വരും ചെയ്യാനായിട്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വർക്ക് ചെയ്തത്. ഇത് നമ്മൾ വലിയ ഡീറ്റെയിലൊന്നും കൊടുക്കാതെ ചെയ്യുന്ന ഒരു വർക്കാണിത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിരുന്ന് കഴിയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് മുമ്പോട്ട് നമുക്കിതുപോലെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ ഒഴുകി കിടക്കുന്ന രീതി, അതിൻ്റെ ആ രീതികളൊക്കെ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോകളിൽ പഠിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഈ ഒരു വർക്ക് നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്ക് തരിക. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ.